കുറഞ്ഞ ചെലവിലൊന്ന് ചില്ലാകാൻ ഒരു പദ്ധതിയുമായി ഈ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ വലിയ വിവാദത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞാലും ഇല്ലെങ്കിലും കുടിക്കുന്നവർ കുടിക്കും. മദ്യവരെയും വി.ഡി. സതീശൻ പരിഗണിച്ചു. ഇങ്ങനെ ട്രോളുകളെല്ലാം പലവിധം. ഓപ്പറേഷൻ തൂഫാനൊക്കെ നടപ്പിലാക്കി ലഹരി വിരുദ്ധരുടെ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വക സ്പെഷ്യൽ ഓഫർ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർസ്വരം ഉയരുന്നു. സതീശന്റെ വിശദീകരണം ഒന്നും ഏറ്റിട്ടില്ലെന്ന് ഇന്ന് വി.എം. സുധീരനും പറഞ്ഞു. നമുക്ക് ചോദിക്കാം ജനങ്ങളോട്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വേണോ? സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ വിഷയം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകേണ്ടതുണ്ടോ? നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം തേടാം. മദ്യമേഖല ഏറ്റവും കൂടുതൽ മദ്യത്തിന് വിലയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് ഈ യുവതലമുറ മറ്റു മയക്കുമരുന്നുകളിലേക്ക് പോകുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് അല്പം വില കുറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. മദ്യം വില കുറച്ച് കൊടുക്കുമ്പം അതിൻ്റെ ഉപയോഗം കൂടുകയുള്ളൂ. അത് എല്ലാവർക്കും ദോഷമായിരിക്കും. അത് ശരിയാവില്ല. അപ്പോൾ ഈ നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ശരിയല്ല. നികുതി കൂടി തന്നെ ഇരിക്കട്ടെ. അപ്പോഴല്ലേ മദ്യത്തിൻ്റെ ഉപയോഗം കുറയുള്ളൂ. ഒച്ചപ്പാട് ബഹളമായിട്ട് പഠിക്കാൻ പോണ മക്കളുണ്ട്. പിറ്റേ ദിവസം അവർ ക്ലാസ്സിൽ പോകുന്നില്ല. മറ്റേ പാത്രങ്ങൾ എടുത്തെറിഞ്ഞ് വീട് കത്തിച്ചു. അങ്ങനെ ഓരോരോ വിഷയങ്ങൾ എൻ്റെ അനുഭവമാണ്. ഇഷ്ടംപോലെ നമ്മൾ കാണുന്നത്. അപ്പോൾ മദ്യത്തിൻ്റെ ഇത് നികുതി ശരിക്കും തോന്നുന്ന മിക്കവാറും ഇനിയും മദ്യം കൂടുതൽ ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരാണെങ്കിലും ഉപയോഗിച്ചു വരുമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്ന് പറയുമ്പോൾ നികുതി കുറയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുടിക്കണ്ടേ ചൂടാവണമെങ്കിൽ. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ പൈസ നമ്മൾ സർക്കാരിന് കൊടുക്കണ്ടേ? മദ്യപാന ഉപയോഗം നല്ലതൊന്നുമല്ല. പക്ഷെ കുറേശ്ശെ കഴിക്കുന്നതൊക്കെ നല്ലതാ. ആരെ കഴിക്കാത്ത ഭക്ഷണം നന്നായിട്ട് കഴിക്കാതെ സ്മോൾ കഴിച്ചാൽ ഭക്ഷണം നന്നായിട്ട് കഴിക്കാമല്ലോ. അത് നികുതി കുറയ്ക്കണം. അത് നല്ല തീരുമാനമാണ്. കാരണം നമുക്ക് നികുതി അധികം കൊടുത്തിട്ട് ഇത് 2-3 കുപ്പി കുടിക്കണം. ഇപ്പോൾ ബീറെല്ലാം പറയുമ്പോൾ ഒരു കുപ്പി കുടിക്കേണ്ട സാധനത്ത് 3 കുപ്പി കുടിക്കേണ്ടി വന്നാൽ ഇതായിട്ട് പൈസ ഉണ്ടാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ പറ്റ ഒഴിവാക്കണമെന്നാണ്. പക്ഷേ പറ്റ ഒഴിവാക്കുമ്പോൾ ഇവിടെ MDMA പോലുള്ള മയക്കുമരുന്നുകൾ വർദ്ധിക്കുകയാണ്. കഞ്ചാവ് മയക്കുമരുന്നുകൾ വർദ്ധിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് മദ്യം നിർത്തുമ്പോൾ അതിൻ്റെ ഉപയോഗം കൂടുന്നു. റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് കാണിച്ചുകൊണ്ട് മദ്യം കഴിക്കാനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡും റേഷൻ കാർഡും കാണിച്ചുകൊണ്ട് മദ്യം വാങ്ങാൻ ആരും മുന്നോട്ട് വരില്ല. ഇതിനു മുമ്പത്തെ ഗവൺമെൻറ് 28 മറ്റേ ബാറുള്ള സമയത്ത് ഇപ്പോൾ 900 ശേഷം ബാറുകളാക്കി. അത് വരുമാനം കൂട്ടാൻ വേണ്ടി ചെയ്ത പണിയത്. ജനങ്ങളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത്, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു അതിനകത്ത് കാര്യം. നികുതിയൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ഒരുപാട് കോളേജ് കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് അത് സമൂഹത്തിന് വലിയൊരു ഘടകം. പിന്നെ ഈ ഫാമിലിയിലുള്ളവർക്ക് ഹസ്ബൻഡൊക്കെ കുടിച്ചിട്ട് വരുമ്പോൾ വൈഫൊക്കെ പണിയെടുക്കണം, പൈസ എല്ലാം കൊണ്ടുപോയി ഇവർ കള്ളു കുടിച്ച് കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ദോഷം. ഇപ്പോൾ പിള്ളേരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ദോഷമായിട്ട് വരും. മദ്യത്തിൻ്റെ പേരിൽ വീടുകളിലും കലഹമുണ്ടാക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ മോശമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട്. വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അവർക്ക് വീട്ടിൽ കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മദ്യത്തിന് വില കുറയ്ക്കുക എന്നുള്ളതല്ല, മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. മദ്യം എന്നത് ഏത് തരത്തിലാണെങ്കിലും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന എന്നാണെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും സർക്കാർ ചെയ്യരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം.